അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇപ്പോൾ ഏതാണ് ഡിഫറൻഷ്യബിലിറ്റി എന്നുള്ള ഇതാണ് ടോപ്പിക്കെല്ലാം പഠിച്ചത്. അപ്പോൾ അതിൽ ഇനി ചെറിയൊരു ടോപ്പിക് കൂടി ഉണ്ട്, കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞ ടോപ്പിക് കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടി ഇന്ന് നോക്കാം. കുറച്ച് നേരത്തെ സിമ്പിൾ ടോപ്പിക്ക്, ചെറിയൊരു കണ്ടിന്യൂറ്റി എന്താണ്, എങ്ങനെയാണ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇത് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ എന്താണ് നോക്കാം. അത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ എങ്ങനെയാവണം. കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ f(x) എന്നുള്ളൊരു ഫംഗ്ഷൻ ഇപ്പോൾ റിയൽ നമ്പറിൽ ഒരു റിയൽ നമ്പറിൽ സി എന്നുള്ളൊരു പോയിന്റിൽ അത് കണ്ടിന്യൂസ് ആണോ എന്ന് നോക്കുന്ന കേസാണ്. അതായത് ലിമിറ്റ് എക്സ്റ്റെൻഡ് സി f(x) ഈക്വൽ ടു എന്താവണം, f(c) ആവണം. സി എന്ന് പറയുന്നത് ആ പോയിന്റ് നമ്മൾ ചെക്ക് ചെയ്യുന്ന പോയിന്റ് ഏതാണോ അതിൽ ഇത് കണ്ടിന്യൂസ് ആണോ നോക്കുന്നത് എന്താണ് ലിമിറ്റ് എക്സ്റ്റെൻഡ് സി f(x) ഈക്വൽ ടു f(c). ഓക്കെ, അപ്പോൾ ഇത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് മാത്രമേ ഈ ഒരു ഇക്വേഷൻ മാത്രം. ലിമിറ്റ് എക്സ്റ്റെൻഡ് സി f(x) ഈക്വൽ ടു എന്താണ് f(c) ആവണം. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് എന്താണ് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാം. പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചതെല്ലാം ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ f(x) തന്നിട്ടുണ്ട് x² സ്റ്റാർട്ട് 2 എന്താണ് 2x + k ഒരെണ്ണം x > 2. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് തന്നത്. പക്ഷേ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്, എന്താ വാല്യൂ ഓഫ് k ആണ്. അപ്പോൾ എന്താ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇത് ട്രൂ ആയിട്ടുണ്ട്. അപ്പോൾ ഏത് പോയിന്റിൽ നമ്മുടെ പോയിന്റ് 2 അല്ലേ, സി എന്ന് പറയുന്ന പോയിന്റ് 2 ആണ്. അപ്പോൾ സി എന്തായി 2. അപ്പോൾ ഈ രണ്ട് ഫംഗ്ഷനും ഈ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞാൽ ഈ ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു സി, ഈ ഫസ്റ്റത്തെ ഫംഗ്ഷൻ ഏത് f(x) എന്ന് പറയുന്നത് x², ഏതാ സി എന്ന് പറയുന്നത് 2, x² ഈക്വൽ ടു എന്താവും f(c) പറഞ്ഞാൽ f(2) f(2) എത്ര എക്സിന് 2 കൊടുത്തു കഴിഞ്ഞാൽ 4 ഈക്വൽ ടു 4. അപ്പോൾ ഓക്കെ, അപ്പോൾ കണ്ടിന്യൂസ് ഫംഗ്ഷനിൽ എന്താ 4 f(c) എന്തായി ഇപ്പോൾ 2 എന്നുള്ള പോയിന്റില്ല. അപ്പോൾ എന്താ ഫസ്റ്റ് ഫംഗ്ഷനിൽ f(c) എന്ന് പറയുന്നത് f(2), അപ്പോൾ അതിൽ f(x) എന്ന് പറയുന്നത് എന്താ x², അപ്പോൾ f(2) എന്ന് പറയുന്നത് 4. ഓക്കെ, ഇനി രണ്ടാമത്തെ ഫംഗ്ഷനിലും പറ്റില്ല. രണ്ടാമത്തെ ഫംഗ്ഷൻ ഏതാ f(x) ഈക്വൽ എന്താ 2x + k. ഓക്കെ, അപ്പോൾ f(2) എന്താവും 2 എന്നാണല്ലോ സി, 2 എന്താവും 2 × 2 + k, അതിനാൽ 4k + k. ഓക്കെ, ഇത് ഈ ഒന്നാമത്തെ ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷനും ഈക്വൽ ആവും. എന്തുകൊണ്ട് ഇത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയതുകൊണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് പറയുമ്പോൾ ഇത് രണ്ട് ഈക്വൽ ആവും. അപ്പോൾ എന്താവും 4 = 4 + k. അപ്പോൾ എന്താ k = 4 - 4 എന്താവും 0. k = 0. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ് ചെയ്യുക. കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞു, കെയുടെ വാല്യൂ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ഫംഗ്ഷനും ഈക്വൽ ആവും f(x). ഓക്കെ, രണ്ടാമത്തെ ഫംഗ്ഷൻ ഇതാണ്. x = 1 ഇത് കണ്ടിന്യൂസ് ആണെന്ന് ചെക്ക് ചെയ്യാം. x = 1 കണ്ടിന്യൂസ് ആണെന്ന് ചെക്ക് ചെയ്യണം. ഇക്വേഷൻ ലിമിറ്റ് എക്സ്റ്റെൻഡ് ഇതിൽ സി എന്താണ് x = 1 c = 1 f(x) എന്താണ് f(1) ആണ്. ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു 1 f(x) എന്താ 2x + 3 ഈക്വൽ ടു f(1) 2 ന് 1 കൊടുത്തു കഴിഞ്ഞാൽ 2 × 1 2 × 1 + 3. ഓക്കെ, അപ്പോൾ ഇതിൽ 1 കൊടുത്തു കഴിഞ്ഞാൽ 2 × 1 + 3 എന്താവും 5 = 5. അപ്പോൾ ഇത് ഈക്വൽ ആയില്ലേ ലിമിറ്റ് എക്സ്റ്റെൻഡ് സി f(x) ഈക്വൽ ടു f(c). അപ്പോൾ ഇത് x = 1 കണ്ടിന്യൂസ് ആണ്. ഓക്കെ, എന്നാ ഇതിൽ
കെയിൻ്റെ വാല്യൂ കാണാം. ഓക്കെ, കെയിൻ്റെ വാല്യൂ പറയുമ്പോൾ ഇത് കണ്ടിന്യൂസ് ആണ് തന്നിട്ടുണ്ട്. കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ ഈ ഫംഗ്ഷനിൽ ഇതിൽ സി എന്ന് പറയുന്ന പോയിന്റ് 5. അപ്പോൾ ഈ ഫംഗ്ഷനിൽ 5 കൊടുക്കാനും ഈ ഫംഗ്ഷനിൽ 5 കൊടുക്കാനും ഈക്വൽ ആവും. അപ്പോൾ ഫസ്റ്റത്തെ എഫ് ഓഫ് എക്സ് എന്താ kx+1. അപ്പോൾ സി ഈക്വൽ ടു 5. അപ്പോൾ എഫ് ഓഫ് 5 എന്താവും, അല്ല എക്സ് ഈക്വൽ ടു 5. അപ്പോൾ എഫ് ഓഫ് 5 എന്താവും 5k+1. ഒന്നാമത്തെ ഇക്വേഷൻ. രണ്ടാമത്തെ ഫംഗ്ഷൻ ഏതാണ്, എഫ് എക്സ് ഈക്വൽ ടു 3x - 5. ഓക്കെ, അപ്പോൾ എക്സ് ഈക്വൽ ടു 5 അല്ലേ, 3 × 5 - 5 എന്തായാലും 10. അപ്പോൾ ഈ ഒന്നാമത്തെ ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷൻ ഈക്വൽ ആണ്, കണ്ടിന്യൂസ് ആയിട്ട്. അപ്പോൾ 5k+1 ഈക്വൽ ടു 10. അപ്പോൾ 5k ഈക്വൽ ടു 9, k ഈക്വൽ ടു 9/5. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞിട്ട് വാല്യൂ കാണാൻ പറയുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് x equal to 10 if x ax plus b എന്ന് പറയുന്നത് 3 less than x less than 4. 20 എന്ന് പറയുന്നത് x greater than 4. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഏതാണ് എയും ബിയും ബിൻ്റെ വാല്യൂ കാണാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്താൽ ഇതിൽ പക്ഷേ 2 പോയിന്റ് ഉണ്ടാവും. എക്സ് ഈക്വൽ 3ൽ ഈ 2 ഇക്വേഷൻസും ഈക്വലാണ്, എക്സ് ഈക്വൽ 4ൽ ഈ 2 ഇക്വേഷൻസ് ഈക്വൽ എന്ന് പറയണം. അപ്പോൾ ആദ്യം എക്സ് ഈക്വൽ 3ൽ ഫസ്റ്റത്തെ എഫ് ഓഫ് എക്സ് പറയുന്നത് 10. അപ്പോൾ എഫ് ഓഫ് 3 എന്ന് പറയുന്നത് 10 ഒന്നാമത്തെ ഇക്വേഷൻ. ഇനി അടുത്ത ഏതാ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ax+b അല്ലേ. അപ്പോൾ എഫ് ഓഫ് 3 എന്ന് പറയുന്നത് 3a+b. ഓക്കെ, അപ്പോൾ ഇത് 2 ഈക്വൽ അല്ലേ, ഇതിലാകുമ്പോൾ 3a+b ഈക്വൽ ടു 10. ഇത് മൂന്നാമത്തെ ഇക്വേഷൻ. ഇനി എന്താ അടുത്ത ഈക്വൽ ടു 4. എഫ് ഓഫ് എക്സ് എന്താ ax+b. അപ്പോൾ എഫ് ഓഫ് 4 എന്താവും 4a+b. ഇനി അടുത്ത് ഏതാ എഫ് ഓഫ് എക്സ് എന്താവും 20. അപ്പോൾ എഫ് ഓഫ് 4 എന്താവും 20. ഇതും ഈക്വലാണ്. അപ്പോൾ എന്താവും 4a+b ഈക്വൽ ടു 20. അപ്പോൾ ഇതിലും എൻ്റെ ബിൻ്റെ വാല്യൂസ് ഉണ്ട്, ഇതിലൂടെ ഇത് രണ്ടും എന്താണ് ഇക്വേറ്റ് ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് 4a+b ഈക്വൽ ടു 20, 3a+b ഈക്വൽ ടു 10. ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, a ഈക്വൽ ടു 10. ഇനി അതിൻ്റെ വാല്യൂ കിട്ടുമ്പോൾ എന്തൊരു ബി എന്ത് വരും, b ഈക്വൽ ടു 20 - 40 വരും -20. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എത്ര, അതിൻ്റെ വാല്യൂ 10, ഇതിൻ്റെ വാല്യൂ -20. ഓക്കെ, ഇതിങ്ങനെയാണ് ചെയ്യുക. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് x² + 3 x³ - 3 if x > 2 x greater than 2. ഇതിൻ്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാനാണ് വെച്ചാൽ ഇത് കണ്ടിന്യൂസ് ആണോ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ നമ്മൾ ആദ്യം ഈ ഫംഗ്ഷൻ എടുക്കുക. ഈ ഫംഗ്ഷൻ എടുക്കുമ്പോൾ എക്സ് > 2 അല്ലേ. അപ്പോൾ നമ്മൾ എക്സ് <2ൽ സി എന്ന് പറയുന്നത് c <2. ഓക്കെ, സി എന്നൊരു പോയിന്റ് 2 ചെറുതാണ്. അപ്പോൾ നമ്മൾ ഈ ഫംഗ്ഷൻ എടുക്കും. അപ്പോൾ നമ്മളെ എഫ് ഓഫ് എക്സ് എന്താ x³ + 3 അല്ലേ. x³ + 3 ആകുമ്പോൾ ഈ ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. എന്താ ലിമിറ്റ് x → c എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താ എന്താവും ലിമിറ്റ് x → c എഫ് ഓഫ് എക്സ് എന്താ x² + 3 എന്ത് വരും c² + 3. ഓക്കെ, ഇനി നമുക്ക് എന്തിനാണ് ഇക്വേറ്റ് എഫ് ഓഫ് സി
എഫ് ഓഫ് എക്സ് വരില്ല. അപ്പോൾ എഫ് ഓഫ് സി എന്താവും? എഫ് ഓഫ് സി എന്ന് പറയുന്നത് c² + 3 തന്നെ. അപ്പോൾ ഇക്വേഷൻ എഫ് ഓഫ് സി ഈക്വലാണ് ലിമിറ്റ് എക്സ്റ്റെൻസ് സി എഫ് ഓഫ് എക്സ് ഈക്വലാണ്. അപ്പോൾ എന്താ c<2 ഇത് എന്താവും? കണ്ടിന്യൂസ് ആണ്. ഓക്കെ, സി എന്നുള്ള പോയിന്റ് 2ന് താഴെയാണ്. അപ്പോൾ അത് 2ന് താഴെയുള്ള ഏത് പോയിന്റിനും ഇത് കണ്ടിന്യൂസ് ആണ്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ എന്താ ചെക്ക് ചെയ്യേണ്ടത്? അടുത്ത നമുക്ക് എക്സ് ഗ്രേറ്റർ ദാൻ കേസ് 2ൽ എക്സ് ഗ്രേറ്റർ ദാൻ 2 നോക്കാം. കേസ് 2. ഓക്കെ, കേസ് 2ൽ എക്സ് ഗ്രേറ്റർ ദാൻ 2ൽ നോക്കുമ്പോൾ ഏതാ? സി എടുത്തു. സി ഗ്രേറ്റർ ദാൻ 2 എന്നുള്ളൊരു പോയിന്റ് എടുത്തു. അതിൽ എഫ് ഓഫ് എക്സ് എന്താ? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് x³ - 3 ആണ്. x³ - 3 ആകുമ്പോൾ എഫ് ഓഫ് സി എന്താ? c³ - 3. ഓക്കെ, അപ്പോൾ c³ - 3. അപ്പോൾ നമ്മളെ ഇക്വേഷൻ എന്താ? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്താ? x³ - 3 ഈക്വൽ ടു എന്താവും? ലിമിറ്റ് എക്സ്റ്റെൻസ് ഇതെന്താവും? c ടു എക്സിന് സി കൊടുത്തു കഴിഞ്ഞാൽ c³ - 3. അപ്പോൾ എന്താ? ഇക്വേഷൻ 1ഉം 2 ഈക്വൽ അല്ലേ? അപ്പോൾ എന്താണ്? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? എഫ് ഓഫ് സി ആയി. അപ്പോൾ എന്താ? c ഗ്രേറ്റർ ദാൻ 2ലും കണ്ടിന്യൂസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ കേസില്ലേ? മൂന്നാമത്തെ കേസ് എന്താ? മൂന്നാമത്തെ കേസ് ഇത് പോയിന്റ് ഏതാ? 2 അല്ലേ? അപ്പോൾ x = 2 ഇതിൻ്റെ പോയിന്റിൽ ഏതാവും? c എന്ന് പറയുന്നത് 2. ഓക്കെ, അതിൽ ഈ ഫംഗ്ഷൻ ഫസ്റ്റത്തെ എഫ് ഓഫ് എക്സ് എന്താ? x² + 3. അപ്പോൾ എഫ് ഓഫ് 2 എന്താ? 2² 4 + 3 എന്താവും? 7. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റത്തെ ഫംഗ്ഷനിൽ എഫ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് സി എന്ന് പറയുന്നത് 4 + 3 7 ആയി. അപ്പോൾ അടുത്ത ഫംഗ്ഷൻ എന്താണ്? x2 ഇതിലുണ്ട്. അപ്പോൾ എന്താവും? x³ - 3. അപ്പോൾ എഫ് ഓഫ് 2 എന്താവും? 2³ - 3 എന്താവും? 5. അപ്പോൾ ഇതിക്കലാണോ? അപ്പോൾ ഫസ്റ്റത്തെ ഫംഗ്ഷനിൽ എഫ് ഓഫ് സി എഫ് ഓഫ് 2 നോട്ട് ഈക്വൽ ടു രണ്ടാമത്തെ ഫംഗ്ഷനിൽ എഫ് ഓഫ് 2 ഈക്വൽ അല്ല. അപ്പോൾ എന്താ? x = 2 എന്നുള്ള പോയിന്റിൽ ഇത് കണ്ടിന്യൂസ് അല്ല. ഓക്കെ, കണ്ടിന്യൂസ് അല്ല. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂസ് അല്ല എന്ന് പറയാം. ഇറ്റ്സ് നോട്ട് കണ്ടിന്യൂസ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ x = 2 എന്ന് പറയുന്നത്? എന്താണ്? ഡിസ്കണ്ടിന്യൂറ്റി പോയിന്റ് അങ്ങനെ പറയും. ഡിസ്കണ്ടിന്യൂറ്റി പോയിന്റ് എന്ന് പറയും. ഓക്കെ, ഈ ഇക്വേഷൻ്റെ ഡിസ്കണ്ടിന്യൂറ്റി പോയിന്റ് പറഞ്ഞാൽ എന്താ? x = 2. ആ പോയിന്റിലാണ് x = 2ലാണ് എന്താണ്? ഇത് ഈ ഫംഗ്ഷൻ രണ്ട് ഫംഗ്ഷനും കണ്ടിന്യൂസ് ആവാത്തത്. ഓക്കെ, അപ്പോൾ ഈ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണത് എങ്ങനെയാണ്? പിന്നെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണം എങ്ങനെയാണ്? പിന്നെ കണ്ടിന്യൂറ്റി കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എന്റെ ബിന്റെ വാല്യൂസ് കാണാൻ പറഞ്ഞു നേരത്തെ ചെയ്ത മാതിരി രണ്ട് ഫംഗ്ഷൻ ഈക്വലാന്ന് പറഞ്ഞിട്ട് ചെയ്യാം. അപ്പോൾ ഈ കണ്ടിന്യൂസ് ഫംഗ്ഷനിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റത്തെ ഒരു ചാപ്റ്റർ ഡിഫറൻഷ്യബിലിറ്റി ആൻഡ് കണ്ടിന്യൂറ്റിയിലെ ചാപ്റ്റർ കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വേറെ ഇൻ്റഗ്രേഷൻ അങ്ങനത്തെ ഏതെങ്കിലും ചാപ്റ്റർ നോക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും വീഡിയോ ലൈക്ക് ഒക്കെ ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.